ഹലോ ഫ്രണ്ട്സ്, ബിടെക്കിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം എന്താ പറഞ്ഞത്? കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്? റെസിസ്റ്റേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം? ഒന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, ഒന്ന് പാരലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ. ഒന്നിന് ശേഷം ഒന്ന്, അതായത് ഒന്നിന്റെ സ്റ്റാർട്ടിങ് അടുത്തതിന്റെ എൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പാണ് സീരീസ് കണക്ഷൻ. അപ്പൊ ആ ഒരു സീരീസ് കണക്ഷനിൽ നമ്മളൊരു കാര്യം പഠിച്ചത്, അതിന്റെ ടോട്ടൽ റെസിസ്റ്റേഴ്സ് കാണാൻ വളരെ ഈസിയാണ്. കാരണം എന്താ, ആ റെസിസ്റ്റേഴ്സ് R1, R2, R3 എന്ന് പറഞ്ഞ മൂന്ന് റെസിസ്റ്റേഴ്സ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ. അപ്പൊ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് മൂന്നും കൂടി അങ്ങ് ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. പിന്നെ അടുത്ത കാര്യം എന്തായിരുന്നു? സീരീസിൽ സെയിം കറണ്ട് ആയിരിക്കും എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ആ റെസിസ്റ്ററിനനുസരിച്ചായിരിക്കും അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ കാര്യമാണ് നമ്മുടെ പാരലൽ കണക്ഷൻ. ഈ പാരലൽ കണക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ റെസിസ്റ്റൻസ് RT ആണെങ്കിൽ 1/RT ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അതായത് മൂന്ന് റെസിസ്റ്റേഴ്സ് പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/RT ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ ഇന്ന് ഇതിന്റെ ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഇക്വാലന്റ് റെസിസ്റ്റൻസ് കാണാനും ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനൊക്കെ ഉള്ള 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് A ആൻഡ് B. അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. 3 റെസിസ്റ്റർ, അതായത് 20 ഓമുള്ള റെസിസ്റ്ററും 15 ഓമുള്ള റെസിസ്റ്ററും 10 ഓമുള്ള റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അതായത് ഒന്നിന്റെ എൻഡ് കഴിഞ്ഞ് നേരെ അത് കണക്ട് ചെയ്യുന്നതിന് അടുത്തതിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ടാ. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് അത് കണക്ട് ചെയ്യുന്ന അടുത്തതിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ടാ. അപ്പോൾ ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണുക? വളരെ ഈസി ആണല്ലോ. അതായത് ആ റെസിസ്റ്റൻസ് വാല്യൂസ് ഒക്കെ നമുക്കങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ അതാണ് പറഞ്ഞത്. നൗ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഓൾ 3 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഫോർ 3 റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് എന്തായിരുന്നു? R1 പ്ലസ് R2 പ്ലസ് R3 ഈക്വൽ ടു 20 പ്ലസ് 15 പ്ലസ് 10 ഈക്വൽ ടു 45 ഓം. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാം. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. 3 resistors of 3 ohm, 4 ohm, 5 ohm are connected in series to a supply of 12 volt. Calculate total resistance. അത് മാത്രം കണ്ടാ പോരാ. കറന്റ് ത്രൂ റെസിസ്റ്റേഴ്സ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ്. അതായത് 3 ഓമും 4 ഓമും 5 ഓമുള്ള 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണണം. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഇതിലൂടെ മൊത്തം പാസ് ചെയ്യുന്ന കറണ്ട് കാണണം. അതിനുശേഷം ഓരോ റെസിസ്റ്ററിനും അക്രോസിലെ വോൾട്ടേജും നമുക്ക് കാണണം. അപ്പൊ നമുക്ക് ആ ഒരു ഫിഗർ വരച്ചാൽ അത് ഇതുപോലെ വരും. ഒരു 12 വോൾട്ട് നമ്മൾ കണക്ട് 3 റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3, അതായത് 3 ഓം 4 ഓം 5 ഓം ഉള്ള 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 റെസിസ്റ്റേഴ്സിലും കൂടി നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ഒരു 12 വോൾട്ട് കൊടുക്കും. അപ്പൊ നമുക്കറിയാം 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് RT ഈക്വൽ ടു എന്താണ്? സിമ്പിൾ ആയിട്ട് R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് കാണാം. അപ്പോ ഈ R1 എന്താണ്? 3, 4, 5. അതായത് 3 പ്ലസ് 4 പ്ലസ് 5 ഈക്വൽ ടു 12 ഓം. വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാം. ഇനി അടുത്ത് നമുക്ക് കാണാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്. അതിപ്പോ നമ്മൾ കണ്ട് കറന്റ് ത്രൂ റെസിസ്റ്റേഴ്സ്, അതായത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ഐന്റെ വാല്യൂ ആണ് കാണാനുള്ളത്. നമുക്കറിയാം സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റൻസിലൂടെയും സെയിം കറന്റ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാണാൻ വഴി എന്തായിരിക്കും? നമുക്കറിയാം കറന്റ് എന്ന് I ഈക്വൽ ടു ഓംസിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ട് ആണ്. ഇവിടുത്തെ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ്? നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. എത്രയാണ്? 12 ഓം ആണ്. അപ്പൊ 12/12 1 ആംപിയർ ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്. അതായത് ഈ കറന്റ് തന്നെയാണ് എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കറന്റും കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ, അതായത് ഓരോ റെസിസ്റ്ററിലൂടെയും അക്രോസ് വരുന്ന വോൾട്ടേജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഓംസ് ലോ തന്നെ നമുക്കറിയാം എന്തറിയാം? വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V ഈക്വൽ ടു I ഇൻറ്റു R.
അപ്പൊ നമുക്ക് ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എത്രയെന്ന് മുമ്പ് തൊട്ട് മുന്നേ കണ്ടു, എത്രയായിരുന്നു 1 ആംപിയർ. അതായത് ആ 1 ആംപിയറിനാണ് എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്നത്. പിന്നെ ഓരോ റെസിസ്റ്ററിനും അക്രോസിലെ വോൾട്ടേജാണ് കാണുന്നത്. അപ്പൊ ഒന്നാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന് അക്രോസിലെ വോൾട്ടേജ് കിട്ടും. രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ ഈ ആറിന്റെ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അക്രോസിലെ വോൾട്ടേജ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം, വോൾട്ടേജ് അക്രോസ് R1ന്റെ വാല്യൂ എത്രയാണ്, 3 ഓം ആണ്. I ഇൻറ്റു R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എത്രയാണ്, 1 ആംപിയർ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വോൾട്ട് കിട്ടും. വോൾട്ടേജ് അക്രോസ് R2, I ഇൻറ്റു R2ന്റെ വാല്യൂ 4 ഓം ആണ്. അപ്പോൾ 1 ഇൻറ്റു 4 4 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് R3 ഈക്വൽ ടു I ഇൻറ്റു R3 ഈക്വൽ ടു 1 ഇൻറ്റു 5 വോൾട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാം. നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. എന്താണ്, 3 resistors of 4 ohm, 6 ohm, 8 ohm are connected in parallel to supply of 12 volt. Calculate total resistance, current through each resistors and total current. അതായത് 4 ഓമും 6 ഓമും 8 ഓം ഉള്ള 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. എന്നിട്ട് അതിലോട്ട് 12 വോൾട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണണം. ഈച്ച് റെസിസ്റ്ററിലൂടെയും, അതായത് ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എത്രയെന്ന് കാണണം. പോരാത്തതിന് ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ടും കാണണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയായിരിക്കും ഫിഗർ വരിക, ഇതുപോലെയാണല്ലോ വരിക. കാരണം 3 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വാല്യൂ 4 ഓം, അടുത്തതിന്റെ വാല്യൂ 6 ഓം, 8 ഓം. എന്നിട്ട് ഇത് എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 12 വോൾട്ട് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, I എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യും. അത് ഇവിടെ എത്തുമ്പോൾ 3 സ്പ്ലിറ്റ് ചെയ്ത് പോകും. കാരണം പാരലലിൽ ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഡിഫറന്റ് ആണല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ആ I ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ ആയിട്ട് നമ്മുടെ ഈ സപ്ലൈ സൈഡിലോട്ട് തന്നെ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിഗർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണേണ്ട എന്താണ്, ഇതിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്കറിയാം പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കാണുക, അതിന്റെ ഇക്വേഷൻ എന്താ, 1/RT ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. അപ്പോ ഇത് നമുക്ക് 1/RTയുടെ വാല്യൂ ആണ്. നമുക്ക് RT കാണണമെങ്കിൽ ഈ ടോട്ടൽ ഇതിന്റെ വാല്യൂ കണ്ടിട്ട് അതിനെ തിരിച്ചിടണം, എന്നാലേ നമുക്ക് RTയുടെ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, R1ന്റെ വാല്യൂ എത്ര, 1/4 പ്ലസ് 1/6 പ്ലസ് 1/8 ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും, 6 പ്ലസ് 4/24 പ്ലസ് 1/8 എന്ന് കിട്ടും. അപ്പൊ ഇതെന്ത് കിട്ടും, 10/24 പ്ലസ് 1/8. വീണ്ടും ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 80 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 192 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു 104/192. അപ്പൊ ഈ 104/192 പറഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ ആണ്, 1/RTയുടെ വാല്യൂ ആണ്. നമുക്ക് കാണേണ്ട എന്താണ്, RT ആണ് കാണേണ്ടത്. അപ്പൊ RT കാണുന്ന എന്തിനാ, ഇതിനെ തിരിച്ചിടണം. അപ്പൊ RT ഈക്വൽ ടു 192/104 ഈക്വൽ ടു 1.85 ഓം. അതായത് ഈ 3 റെസിസ്റ്ററും കൂടി പാരലായി കണക്ട് ചെയ്തതിന്റെ ടോട്ടൽ വാല്യൂ, അതായത് ഇക്വലന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.85 ഓം. അതായത് ഈ 3 ഇങ്ങനെ പാരലായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നതിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.85 ഓം ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ച്, ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച്. അടുത്ത എന്താണ്, കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ് ആണ് കാണാൻ പറ്റില്ല. നമുക്ക് അത് കാണാം. കണ്ടോ, അപ്പൊ ഫസ്റ്റത്തെ നമുക്കറിയാം കറന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് ഓംസ് ലോ പ്രകാരം. അപ്പൊ നമുക്ക് ഓരോ റെസിസ്റ്ററിലൂടെയും കറണ്ട് കാണണം. അപ്പൊ എന്തൊക്കെ വേണം, നമുക്ക് ആ റെസിസ്റ്ററിന്റെ വാല്യൂ വേണം, ആ റെസിസ്റ്ററിന് അക്രോസിലെ വോൾട്ടേജും വേണം. അപ്പൊ R1 പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് നോക്കാം. R1ന്റെ വാല്യൂ എത്രയാണ്, 4 ഓം ആണ്. പിന്നെ അതിന്റെ അക്രോസിലെ വോൾട്ടേജ് എത്രയാണ്, 12 വോൾട്ട് ആണ്. കാരണം എന്താ, പാരലലിൽ എന്താണ്, എല്ലാത്തിനും അക്രോസ് സെയിം വോൾട്ടേജ് ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും എല്ലാ റെസിസ്റ്ററിനും അക്രോസ് വരിക. അപ്പൊ ഒന്നാമത്തെ I1 എന്ന് പറഞ്ഞാൽ 12/4 3 ആംപിയർ. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2ന്റെ വാല്യൂ എത്രയാണ്, 6 ഈക്വൽ ടു 2 ആംപിയർ. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/8 1.5 ആംപിയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, I1, I2, I3, അതായത് ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടത്, ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട്. ടോട്ടൽ വാല്യൂ ഓഫ് കറണ്ട് എന്താണ്, I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 3 പ്ലസ് 2 പ്ലസ് 1.5 ഈക്വൽ ടു 6.5 ആംപിയർ. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് സീരീസ് പാരലൽ കോമ്പിനേഷൻ. അതായത് നമ്മളിപ്പോ പഠിച്ച 2 പ്രോബ്ലത്തിൽ എങ്ങനെയാണ്, ഒന്നാമത്തേത് വെറും സീരീസ് കണക്ഷൻ, അടുത്തതിൽ വെറും പാരലൽ കണക്ഷൻ. ഇതിൽ പറയുന്നത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഒരു സർക്യൂട്ടിൽ തന്നെ സീരീസും പാരലൽ ഉള്ള കോമ്പിനേഷൻസിനെയാണ് സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുക. അപ്പൊ ആ പ്രോബ്ലം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 resistors of 40 ohm and 60 ohm in parallel are connected with 2 5 ohm resistors as shown in figure.
ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് അക്രോസ്, അതായത് ഈ ഫിഗറിൽ കാണിച്ച പോലെ, അതായത് ഒരു 40 ഓം റെസിസ്റ്ററും ഒരു 60 ഓം റെസിസ്റ്ററും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പാരലായിട്ട് കണക്ട് ചെയ്തതിന് സീരീസ് ആയിട്ട് ഒരു 0.5 ഓം ഈ സൈഡിലും ഒരു 0.5 ഓം ഈ സൈഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? 125 വോൾട്ടേജിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് അക്രോസ് സീരീസ് റെസിസ്റ്റൻസസ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസസ്. അതായത് ആദ്യം ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. നമുക്ക് ആദ്യം ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ കണ്ടോ, ഈ രണ്ടെണ്ണം പാരലലാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ വാല്യൂ കാണാം. ഈ ഇതിന്റെ രണ്ടിനും കൂടി ഇക്വൽ റെസിസ്റ്റൻസ് കാണാം. എന്നിട്ട് എന്താണ്, ഈ പാരലലായ ഒരു സംഭവം എന്തിനൊക്കെ സീരീസ് ആണ്? ഇതിനും സീരീസ് ആണ്, ഇതിനും സീരീസ് ആണ്. അപ്പൊ നമുക്ക് എന്താ, ആദ്യം ഇതിന്റെ വാല്യൂ കാണാം. ഇത് രണ്ടും പാരലൽ ആണല്ലോ, R2 R3 പാരലൽ ആണ്. അപ്പൊ 1/RT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/R2 പ്ലസ് 1/R3 ഈക്വൽ ടു 1/40 പ്ലസ് 1/60 ഈക്വൽ ടു 60 പ്ലസ് 40/2400 ഈക്വൽ ടു, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തും 1/24 എന്ന് കിട്ടും. ഈ 1/24 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/RT ആണ്. നമുക്ക് കണ്ട എന്താണ്? RT ആണ്. അപ്പൊ RT എന്താ കാരണം? 24/1 ആയിരിക്കും. അപ്പൊ ഈക്വൽ ടു 24 ഓം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ രണ്ടിനും കൂടി നമുക്ക് എന്ത്, ഈ 40 ഓമും 60 ഓമും കൂടി ഇക്വാലന്റ് റെസിസ്റ്റൻസ് 24 ആന്ന് കിട്ടി. ഈ ഒരു സെറ്റപ്പിന് ഈ രണ്ടെണ്ണം പാരലായിരിക്കുന്നതിന് സീരീസ് ആയിട്ടല്ലേ ഇതിരിക്കുന്നത്, അതുപോലെ ഇതിന് സീരീസ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടെണ്ണത്തിനും കൂടി നമുക്ക് 24 ആക്കി മാറ്റി എഴുതാം. അപ്പൊ നമ്മുടെ സർക്യൂട്ട് ഇതുപോലെ വരും. 0.5 ഓം, 24 ഓം, 0.5 ഓം. അപ്പൊ നമുക്ക് ഇതിപ്പോ ഇത് എങ്ങനത്തെ രീതിയിലായി? ഈ മൂന്നെണ്ണം സീരീസ് ആയിരിക്കുന്ന പോലെ അല്ലേ. അപ്പൊ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? സിമ്പിൾ ആയിട്ട് ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കിട്ടും. 0.5 പ്ലസ് 24 പ്ലസ് 0.5 25 ഓം. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? ഇതിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലൂടെ വരുന്ന ടോട്ടൽ കറന്റ് ആണ് കാണാൻ പറഞ്ഞത്. അല്ല, വോൾട്ടേജ് ആണ് ഇതിന് അക്രോസ്, അല്ല സോറി, കറന്റ് ആണ് കാണാൻ പറ്റില്ല. നമുക്ക് വോൾട്ടേജ് 125 വോൾട്ടേജ് ആണ് തന്നിട്ടുണ്ട്. കറന്റ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ കറന്റ് ഇക്വേഷൻ എന്താണ്? I ഈക്വൽ ടു V/R ആണ്. V ഈക്വൽ ടു I ഇൻറ്റു R. I നമുക്ക് എന്ത് കിട്ടും? I ഈക്വൽ ടു V/R. വോൾട്ടേജ് എത്രയാണ്? 125. R ഇപ്പൊ ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എത്രയാണ്? 25 ആംബിയർ. അപ്പൊ 125/25 5 ആംബിയർ എന്ന് കിട്ടി. ഇനി നമ്മളോട് അടുത്ത എന്താ കാണാൻ പറ്റുള്ളത്? ഓരോന്നിനും അക്രോസിലുള്ള വോൾട്ടേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ V1 അക്രോസിലെ വോൾട്ടേജ് എന്തായിരിക്കും? I ഇൻറ്റു R. അപ്പൊ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? പാസ് ചെയ്യുന്ന കറണ്ട് 5 ആംബിയർ ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 5 ഇൻറ്റു 0.5, അതായത് R1 എന്താണ്? 0.5 ആണ്. അപ്പൊ 2.5 വോൾട്ട് എന്ന് കിട്ടി. ഇനി V23, ആ V23 എന്ന് എഴുതാൻ കാരണം എന്താണ്? കണ്ടോ, ഈ 2ഉം 3യും പാരലായിട്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏതിന്റെങ്കിലും ഈ രണ്ടിനും അക്രോസ് സെയിം വോൾട്ടേജ് ആയിരിക്കും. കാരണം പാരലൽ അങ്ങനെയാണല്ലോ, പാരലായിരിക്കുന്നതിന്റെ ഒക്കെ അക്രോസ് സെയിം വോൾട്ടേജ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടെണ്ണത്തിനും കൂടി സെയിം വോൾട്ടേജ് ആയിരിക്കും വരിക. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് ടോട്ടൽ ആയിട്ടുള്ള ഈ വാല്യൂ റെസിസ്റ്റൻസ് എടുക്കുക, അതായത് ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയ 24 ഓം എടുക്കുക. കറണ്ട് എന്തായിരിക്കും? ഈ IN ആയിരിക്കും. അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം. V23 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ഇൻറ്റു 24 ഈക്വൽ ടു 120 വോൾട്ട്. V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 0.5, അതായത് അവിടുത്തെ കറണ്ട് എത്രയാണ്? 5 ആംബിയർ. അടുത്ത റെസിസ്റ്റൻസ് 0.5, അപ്പൊ ഈക്വൽ ടു 2.5 വോൾട്ട്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോ നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആൻഡ് ടോട്ടൽ കറന്റ് ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇഫ് ദ സർക്യൂട്ട് ഈസ് സപ്ലൈഡ് വിത്ത് 21 വോൾട്ട് DC. അതായത് ഈ ഒരു സർക്യൂട്ട് ഉണ്ടല്ലോ, കുറച്ച് വലിയ സർക്യൂട്ടാണ്. ഇതിലെന്തുണ്ട്? ഇതുണ്ട്, ഇത് രണ്ടും സീരീസ് ആണ്. അതിന് പാരലായിട്ടാണ് ഇതിരിക്കുന്നത്, അതിന് പാരലൽ, അങ്ങനെ ഒരു സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണിത്. ഇപ്പൊ നമ്മളോട് കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ മൊത്തം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്, ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ്. എന്നിട്ട് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അതിലൂടെ വരുന്ന ടോട്ടൽ കറന്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചിത്രത്തിലോട്ട് നോക്കുക. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ രണ്ടെണ്ണം കണ്ടോ, ഒരു 2 ഓമും 4 ഓമും കൂടി സീരീസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത്, ഇത് രണ്ടും കൂടി എന്ത് സീരീസ് ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒറ്റ റെസിസ്റ്റൻസ് ആക്കി എഴുതാം. അല്ല, എഴുതാൻ പറ്റില്ല, കാരണം അത് രണ്ടും സീരീസ് ആണ്. അപ്പൊ നമുക്ക് ഇതാ 2 + 4 എന്നിട്ട് ഒരു ഇതിന്റെ രണ്ടിനും കൂടി ഒരുമിച്ച് ഒരു 6 ഓം റെസിസ്റ്റൻസ് ആയിട്ട് എഴുതാം. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മൾ അതാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു 2 ഓമും 4 ഓമും കൂടി ഈ ഒരു 6 ഓം റെസിസ്റ്റൻസ് ആയിട്ട് എഴുതി. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഈ ഫിഗറിനെ ഇങ്ങനെ മാറ്റി വരക്കാം. എന്നിട്ട് നമ്മൾ നോക്കുക,
കണ്ടോ, ഈ ഒരു 6 ഓം റെസിസ്റ്റൻസും ഈ 6 ഓം റെസിസ്റ്റൻസും എങ്ങനെ ഇരിക്കുന്നത്, പാരലൽ ആയിട്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിനും കൂടി ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടിട്ട് അതൊരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ആദ്യം കാണണം, ഇതിന്റെ തമ്മിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാം. കണ്ടോ, ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്, 1/RT ഈക്വൽ ടു 1/6 പ്ലസ് 1/6, അതായത് 12/36. ക്രോസ് മൾട്ടിപ്ലൈ 12/36, അതെന്താണ് 1/RT ആണ്. അപ്പൊ RTയുടെ വാല്യൂ എന്താണ്, 36/12 ആയിരിക്കും, ഈക്വൽ ടു 3 ഓം. അപ്പൊ നമുക്ക് ആ ഒരു ഫിഗറിനെ എങ്ങനെ മാറ്റി വരക്കാം, നമ്മളിതിന് മുന്നേ ഇവിടെ രണ്ടെണ്ണം പാരലൽ ആയിട്ടുണ്ടായിരുന്ന 6 ഓമിന്റെ പാരലൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഒറ്റ 3 ഓം റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റി വരച്ച്. കണ്ടോ, ഇവിടെ ആദ്യം എങ്ങനെയായിരുന്നു, രണ്ട് 6 ഓം റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് ഇരിക്കുന്നു. നമ്മൾ അതിനെ അതിന്റെ ഇക്വൽ റെസിസ്റ്റൻസ് ആയ 3 ഓം ആയിട്ട് മാറ്റി വരച്ച് ആ രണ്ടെണ്ണത്തിനും കൂടി ഒറ്റ റെസിസ്റ്റൻസ് ആക്കി മാറ്റി. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ ഫിഗറിലോട് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാം നമുക്ക്, ഈ 5 ഓമും 3 ഓമും തമ്മിൽ എങ്ങനെ ഇരിക്കുന്നത്, സീരീസ് ആയിട്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു റെസിസ്റ്റൻസ് ആക്കിയിട്ട് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടും കൂടി ഇക്വലന്റ് എന്തായിരിക്കും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 8 ഓം ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഫിഗർ നമുക്ക് അങ്ങനെ മാറ്റി വരക്കാം. അപ്പൊ ആ ഫിഗർ എങ്ങനെയായി, 3 ഓം 8 ഓം, നമ്മൾ ഈ ഒരു 5ഉം 3ഉം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 8 ഓം ആയിട്ട് മാറ്റി വരച്ച്. ഇപ്പൊ നമ്മൾ ഈ ഫിഗറിലോട്ട് വീണ്ടും നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് രണ്ടും ഈ രണ്ട് 8 ഓമുകളും തമ്മിൽ പാരലൽ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ഇക്വാലിറ്റി കണ്ടിട്ട് ഇതിനെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആക്കിയിട്ട് മാറ്റി വരക്കാം. അപ്പൊ അതിനതിന്റെ ഇക്വാലിറ്റി കാണുമ്പോൾ എങ്ങനെ കാണാം, 1/RT ഈക്വൽ ടു 1/8 പ്ലസ് 1/8 ഈക്വൽ ടു 8 പ്ലസ് 8/64, അതായത് 16/64 എന്ന്. അപ്പൊ RT എന്തായിരിക്കും, 64/16 ആയിരിക്കും, ഈക്വൽ ടു 4 ഓം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ട് റെസിസ്റ്റർ 8 ഓം പാരലൽ ആയിട്ടിരിക്കുന്ന റെസിസ്റ്റർ നമ്മൾ ഒരു 4 ഓം റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റി. അപ്പൊ എന്താണ്, ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ നമ്മൾ ആ വലിയൊരു ചിത്രത്തെ ചുരുക്കി കൊടുത്തിട്ട് നമ്മൾ ഇപ്പൊ ഇതുവരെ എത്തി, ഒരു 3 ഓമും ഒരു 4 ഓമും മാത്രമുള്ള റെസിസ്റ്റൻസ് ആയി. ഇത് എങ്ങനെ ഇരിക്കുന്നത്, ഇത് രണ്ടും സീരീസ് ആയിട്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ടോട്ടൽ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ 3ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 7 കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു വലിയ 5-6 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു ചിത്രത്തിനെ ചുരുക്കി കൊടുത്തിട്ട് അതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ രൂപത്തിലോട്ട് മാറ്റി. അതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ് ആ സർക്യൂട്ടിലെ, 7 ഓം ആണ്. കുറെ സർക്യൂട്ട് റെസിസ്റ്ററും നമ്മൾ സീരീസും പാരലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റെസിസ്റ്റേഴ്സിന് മൊത്തം ആ സർക്യൂട്ടിലോട്ട് കിട്ടുന്ന റെസിസ്റ്റൻസ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 7 ഓം ആയിരിക്കും. ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 7 ഓം. നമ്മളോട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ പറ്റുള്ളത്, ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന മൊത്തം കറന്റ് അത് കാണാൻ എങ്ങനെ ചെയ്യാ, കറന്റ് I ഈക്വൽ ടു V/R അല്ലെ, I ഈക്വൽ ടു V/R, അതായത് V എത്രയാണ്, 21 വോൾട്ട്, R എത്രയാണ് ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, 7 ഓം. അപ്പൊ എന്താണ് 21/7, 3 ആംപിയർ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലുള്ള പ്രോബ്ലംസ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, സീരീസിലുള്ള കോമ്പിനേഷൻ നോക്കി, പാരലലുള്ളത് നോക്കി, സീരീസ് പാരലലുള്ളത് നോക്കി. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പഠിക്കുക, നിങ്ങളെ എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താറുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.